മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഒരു വരി പറയുകയുണ്ടായി. പ്യുവർ ബയോകെമിസ്ട്രി ഉപയോഗിച്ച് ഈശ്വരനെ, ദൈവത്തെക്കുറിച്ച് വിവരിക്കണം എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്ന്. അതൊരു 10 മിനിറ്റുള്ളൊരു സ്പീച്ചിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് കാഷ്വലി പറഞ്ഞതാണ്. പക്ഷെ 2-3 പേര് വളരെ ആകാംക്ഷയോടുകൂടി ചോദിച്ചു, സാർ അതൊന്ന് വിവരിക്കുമോ എന്താണ്? ഞാൻ വളരെ വ്യക്തമായിട്ട് വിവരിക്കാം. ഇതെൻ്റെ സബ്ജക്റ്റുമാണ്, അതുകൊണ്ട് ഞാൻ വളരെ ഭംഗിയായിട്ട് വിവരിക്കാം. ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ച് ഈ നാക്ക് ഉപയോഗിച്ച് പല്ലിൻ്റെ ഇടയ്ക്ക് അത് തട്ടിയിട്ട് അത് മുഴുവനും ചവച്ചരച്ച് അത് തൊണ്ടയിലൂടെ താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ഒരു വാൽവാണ്. ആ വാൽവിൽ ഒരു പ്രത്യേക രീതിയാണ്. അത് ഇങ്ങോട്ട് തുറന്നാൽ ചോറ് പോവില്ല, എയറേ അകത്തേക്ക് പോവുള്ളൂ, ശ്വാസകോശത്തിലേക്ക്. ഇപ്പുറത്തേക്ക് അടച്ച് ഇപ്പുറത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിലേക്ക് ഭക്ഷണം പോകും, വായു പോവില്ല. ആ ഒരു വാൽവിൻ്റെ പ്രവർത്തനമാണ് ശരിക്ക് നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്ന ഭക്ഷണവും ഉമിനീരും കുടിക്കുന്ന വെള്ളവും ശ്വാസകോശത്തിലേക്ക് പോകാതെ അത് കറക്റ്റായിട്ട് മോഡിഫൈ ചെയ്യുന്നത്. നമുക്ക് ആ വാൽവിൽ യാതൊരു കൺട്രോളും ഇല്ല. അത് ഇൻവോളണ്ടറി മസിൽസാണ്, അകത്തുള്ളതാണ്. ഈ ഭക്ഷണം അകത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ചിരിച്ചുകൊണ്ടും തമാശ പറഞ്ഞും അങ്ങനെയൊക്കെ പലപ്പോഴും കരഞ്ഞുകൊണ്ടൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെ നോർമൽ അല്ലാതെ ഭക്ഷണം കഴിക്കും. കണ്ടമാനം ചിരിച്ചൊന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ കരഞ്ഞൊന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഉറക്കെ സംസാരിച്ചുകൊണ്ട് കഴിച്ചാൽ ചിലപ്പോൾ എപ്പിഗ്ലോട്ടിസിന് ഒരു തെറ്റ് വരുമ്പോഴാണ് ഒരു തിരി എന്തെങ്കിലും സാധനം അന്നനാളത്തിലേക്ക് ഈ ശ്വാസകോശത്തിലേക്ക് പോകുന്നത്. പിന്നെ ചുമയായി, പിന്നെ ചിലപ്പോൾ തുമ്മലായി. എന്തിനറിയോ? അകത്തേക്ക് പോയ ആ ഭക്ഷണാംശം മൂക്കിക്കൂടിയോ വായിക്കൂടിയോ പുറത്തേക്ക് വരുന്നത് വരെ 60 കിലോമീറ്റർ പെർ മിനിറ്റ് സ്പീഡിലാണ് നമ്മൾ തുമ്മാറുള്ളത്. എയർ പുറത്തേക്ക് വരിക. അത്ര ശക്തിയായിട്ട് അതിനെ പുറത്തേക്ക് കളയുന്നത് വരെ നമ്മുടെ ശ്വാസകോശവും ഇതെല്ലാം പ്രവർത്തിക്കും. അതൊരു വശം. ഇനി എപ്പിഗ്ലോട്ടിസിലൂടെ നമ്മുടെ ഭക്ഷണം അകത്തേക്ക് പോയി എന്ന് വിചാരിക്കുക. ആമാശയത്തിലേക്ക് എത്തിയ ഭക്ഷണം അവിടെ എത്തിയ ഉടനെ നമ്മുടെ ശരീരം മനസ്സിലാക്കും ഈ ഭക്ഷണത്തിൽ എത്ര ഫാറ്റ് ഉണ്ട്, എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട് എന്ന് മനസ്സിലാക്കും. ആ ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അമിലേസ് എന്ന എൻസൈം ആ സ്പോട്ടിൽ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കും. അതേപോലെ എത്ര ലിപ്പിഡ് ഉണ്ട് അഥവാ ഫാറ്റ് ഉണ്ട്, അത് ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ലിപ്പേസ് ആ സമയത്ത് ഉൽപ്പാദിപ്പിച്ച് അവിടെ എത്തിക്കും. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ പ്രോട്ടിയേസസ് ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കും. ഓർമ്മിക്കുക, ഈ അമിലേസ് ആയാലും ലിപ്പേസ് ആയാലും പ്രോട്ടിയേസസ് ആയാലും വലിയ മോളിക്യൂളുകളാണ്. 40,000, 50,000, 60,000 മോളിക്യുലർ വെയിറ്റുള്ള മോളിക്യൂളുകളാണ് ഇത് സെക്കൻഡ് കൊണ്ടോ മിനിറ്റ് കൊണ്ടോ ആണ് ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് കൃത്യ അളവിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഉൽപ്പാദിപ്പിക്കുന്നത് നേരെ ഭക്ഷണത്തിലേക്ക് വരും. അപ്പോഴാണ് അടുത്ത ഉരുള ചോറകത്തേക്ക് വരുന്നത്. അതിനാവശ്യമായിട്ടുള്ളതും ഇതേപോലെ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ എത്ര ചോറ് 15-ഓ 20-ഓ ഉരുള നമ്മുടെ സ്റ്റൊമക്കിലേക്ക് പോകുമ്പോൾ അത് ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അമിലേസും ലിപ്പേസും പ്രോട്ടിയേസസും അകത്ത് ഉൽപ്പാദിപ്പിക്കും. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കുറഞ്ഞാൽ ദഹിക്കാതെ ഈ ചോറും ഇതെല്ലാം പുറത്തേക്ക് പോകും. കൂടിയാൽ ഈ സാധനം മാത്രമല്ല ദഹിപ്പിക്കുക, നമ്മുടെ കുടലും ദഹിപ്പിക്കും. അത് അപ്പോൾ കറക്റ്റ് അളവിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ അളവ് എങ്ങനെയാണ് ശരീരം തീരുമാനിക്കുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് തീരുമാനിക്കുക ഇത്ര അളവിൽ ഇത് വേണമെന്നുള്ളത്? ഇനി ഈ എൻസൈം ആക്ടിവേറ്റ് ചെയ്യാൻ
അത് 4 pH എന്ന ലെവലിലാണ് വരേണ്ടത്. അതിൻ്റെ ആസിഡിറ്റി ഉണ്ടെങ്കിൽ ഈ എൻസൈമുകൾ വർക്ക് ചെയ്യുള്ളൂ, ആൽക്കലൈനാണെങ്കിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന വിധത്തിൽ സ്റ്റൊമക്കിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിൽ എത്തിക്കും. ആ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിലാണ് pH ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ 4 മാറുന്നത്. 4 ആയാലാണ് ഈ എൻസൈമുകൾ ആക്റ്റീവ് ആവുക. ഈ എൻസൈമുകളെല്ലാം ആക്റ്റീവായിട്ട് നമ്മുടെ സ്റ്റൊമക്ക് ഇങ്ങനെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മില്ല് പ്രവർത്തിക്കുന്ന മാതിരി ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. പകുതി വെന്ത ചോറാണെങ്കിലും എല്ലുള്ള ഇറച്ചിയാണെങ്കിലും നല്ല കശുവരണ്ടി പകുതി ചവച്ചിറക്കിയിട്ട് നമ്മൾ വിഴുങ്ങുന്നതാണെങ്കിലും കട്ടിയുള്ളതോ കട്ടിയില്ലാത്തതോ എന്തായാലും ശരി, അതിനെ സ്റ്റൊമക്കിനകത്ത് വെച്ച് പറ്റാവുന്നിടത്തോളം അമ്മിക്കല്ലുകൊണ്ട് അരയ്ക്കുന്ന മാതിരി അരച്ച് അതിൻ്റെ സോഫ്റ്റാക്കിയിട്ട് കുറേശ്ശെ ഡുവോഡിനം വഴിക്ക് അകത്തേക്ക് വിടും, കുടലിലേക്ക് വിടും. കുറേശ്ശെ, ഒറ്റ സ്ട്രെച്ചിന് വിടില്ല. അവിടെ എത്തിയിട്ട് ഈ ദഹനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കാരണം എൻസൈമുകളുണ്ട്. ആ ദഹനം നടന്ന് വരുമ്പോൾ കുറേശ്ശെ 22 അടി നീളമുള്ള കുടലിൽ കൂടെ ഇങ്ങനെ നീങ്ങും. ഈ സ്റ്റൊമക്കിൽ നിന്ന് ഇങ്ങനെ കുറേ വന്നുകൊണ്ടിരിക്കും. അത് ദഹിച്ചാൽ മാത്രം പോരല്ലോ, ഈ ദഹിച്ചതിൽ നിന്ന് ശരിക്ക് നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ഗ്ലൂക്കോസും ഫ്രക്ടോസും സൂക്രോസും പെൻഡോസസും ഹെക്സോസസും എല്ലാം ആക്കി മാറ്റിയ ആ സാധനങ്ങൾ അത് കുറേശ്ശെയായിട്ട് രക്തത്തിൽ നിന്ന് ഈ കുടലിൽ നിന്ന് രക്തത്തിലേക്ക് കടക്കും. ഈ ലിപ്പിഡ് വലിയ മോളിക്യൂൾ അത് നേരിട്ട് കയറാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. എമൾസിഫൈ ചെയ്ത് അതും അകത്തേക്ക് എടുക്കും. പ്രോട്ടീൻ, അമിനോ ആസിഡ് പ്രോട്ടീനുകളുമായിട്ട് അത് കുറേശ്ശെ എടുക്കും. ഇത് എടുക്കുന്നതിനെക്കുറിച്ച് ഈ ഊണ് കഴിച്ച വ്യക്തിക്ക് യാതൊരു ബോധമില്ല. ഇത് തന്നെത്താനെയാണ് ചെയ്യുന്നത്. ഈ അബ്സോർപ്ഷൻ എന്ന ഫിനോമിനൻ ഈ കുടലിൽ നിന്ന് ഇത് എങ്ങനെ അബ്സോർബ് ചെയ്യാം? കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും പല ഘടകങ്ങളാക്കി മാറ്റി അത് മാത്രമല്ല അബ്സോർബ് ചെയ്യാം, അതും അബ്സോർബ് ചെയ്യും. സോഡിയം ക്ലോറൈഡ് ഉപ്പുള്ളത് അബ്സോർബ് ചെയ്യും, സിങ്ക് ഉള്ളത് അബ്സോർബ് ചെയ്യും, അയോഡിൻ അബ്സോർബ് ചെയ്യും, മെഗ്നീഷ്യം അബ്സോർബ് ചെയ്യും, അതിനകത്തുള്ള വെള്ളം അബ്സോർബ് ചെയ്യും, ഷുഗർ ഡയറക്റ്റ് ഉള്ളത് അബ്സോർബ് ചെയ്യും. ഇതെല്ലാം അബ്സോർബ് ചെയ്ത് രക്തത്തിൽ നിലനിർത്തല്ല, ഈ രക്തത്തിൽ അബ്സോർബ് ചെയ്ത സാധനം അത് എത്തിക്കേണ്ട ഓരോ സെല്ലിലും എത്തിക്കും. ഒന്നാലോചിച്ച് നോക്കാം. ഒരാൽമരത്തിൻ്റെ ഇല എടുത്ത് നോക്കാം. ആൽമരത്തിൻ്റെ ഇലയിലേക്ക് ആൽമരത്തിൻ്റെ വേര് വലിച്ചെടുക്കുന്ന വെള്ളവും ന്യൂട്രിയൻറ്റും ഈ ആൽമരത്തിലെ എല്ലാ ഇലയ്ക്കും ഒരേപോലെ എത്തിക്കും. നിങ്ങൾ ഒരിക്കൽ ആൽമരത്തിൻ്റെ ഇല കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ആ ആൽമരത്തിൽ നിറച്ചും ഇല വരുന്നത് കാണാം. നിറച്ചും ഇല വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തേക്ക് ഒരില പോലും പഴുക്കുകയുമില്ല, കൊഴിയുകയുമില്ല. പഴുക്കുകയില്ല, കൊഴിയില്ല. എന്താ കാരണം അറിയോ? കറക്റ്റ് ഡോസിന് വെള്ളവും ന്യൂട്രിയൻറ്റും അത്രയും വലിയ ആൽമരത്തിൻ്റെ ഓരോ ഇലയിലേക്കും എത്തിക്കാനുള്ള സംവിധാനം ആ ആൽമരത്തിലുള്ളതുപോലെ, ആൽമരത്തിന് എല്ലാ മരത്തിലുള്ളതുപോലെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഈ ദഹിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, അതിൻ്റെ ന്യൂട്രീഷൻ ആസ്പെക്റ്റ്, ന്യൂട്രീഷൻ ഫാറ്റുകൾ ഇങ്ങനെ എല്ലാം രക്തത്തിൽ കയറി അത് എത്തിക്കേണ്ട സ്ഥാനത്ത് മുഴുവൻ എത്തിക്കും. എത്തിക്കൽ മാത്രമല്ല, ജീവനില്ലാത്ത രക്തം ജീവനുള്ള സാധനം പോലെ പെരുമാറി ഈ ന്യൂട്രീഷനും ഓക്സിജനും എല്ലാം കൂടി ചേർത്ത് ഓരോ സെല്ലിലേക്കും ഓരോ സ്ഥലത്തേക്കും കൊടുത്ത് അവിടെയുള്ള വേസ്റ്റുകൾ ഈ രക്തം വലിച്ചെടുത്ത് അത് നേരെ കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം ലങ്സിലേക്ക് വന്ന് ലങ്സിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയും. വേസ്റ്റായിട്ടുള്ളതെല്ലാം പുറത്തേക്ക് കുറേ കളയും. പിന്നെ ബാക്കിയുള്ളത് നേരെ വീണ്ടും ഒരു പമ്പ്, വെള്ളം പാത്രം കഴുകുന്ന പോലെ, പാത്രമോ മറ്റുള്ളതൊക്കെ കഴുകാൻ പമ്പിലെ വെള്ളം ഉപയോഗിക്കുന്ന പോലെ ആ വെള്ളം ചെളി എടുത്തുകൊണ്ട് പോയി ചെളി സെറ്റിൽ ചെയ്തിട്ട് അതേ വെള്ളം വീണ്ടും സർക്കുലേറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരത്തിലുള്ള ഒരു സംസ്കൃതത്തിൽ ശാർങ്ങധരൻ, സംഗീതരത്നാകരം എഴുതിയ ശാർങ്ങധരൻ പറയാറുണ്ട്, ധമന്യോ രക്തവാഹിനഃ
ചതുർവിംശതിരതീത, രക്തത്തെ വഹിച്ചുകൊണ്ട് സർക്കുലേറ്റ് ചെയ്യുന്ന രക്തക്കുഴലുകൾ ചതുർവിംശതിരതീത 24 എണ്ണമാണുള്ളത്. കുല്യാഭിരിവ കേദാര, വയലിലേക്ക്, കേദാരം എന്ന് വെച്ചാൽ വയലിലേക്ക്, നെൽവയലെന്നും പറയും, വയലിലേക്ക് വെള്ളമെത്തിക്കുന്ന കുഴലുകൾ പോലെ രാഷ്ട്രാഭിർ ദേഹോഭിവർദ്ധത, ശരീരാഭിവൃദ്ധിക്കായിട്ട് 24 ബ്ലഡ് വെസലിലൂടെ രക്തം നിരന്തരം ചംക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വില്യം ഹാർവിയാണ് ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചതെന്നാണ് പറയാം. 16-17 നൂറ്റാണ്ടിൽ. 9-ാം നൂറ്റാണ്ടിൽ എഴുതിയ ശാർങ്ങധരൻ എഴുതിയ സംഗീതരത്നാകരം എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാനിപ്പോൾ കോട്ട് ചെയ്തത്. 9-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് 600-700 വർഷത്തെ വ്യത്യാസത്തിലാണ് നമ്മളുടെ സംഗീതരത്നാകരം എന്ന പുസ്തകത്തിൽ, ആയുർവേദ പുസ്തകത്തിലും കൂടി അല്ലാതെ ആയുർവേദ പുസ്തകത്തിലും ഉണ്ട് കേട്ടോ. ധമാനാധമന്യ സാരണാസിര, ഒഴുകുന്നത് കൊണ്ട് സിരകൾ, ധമന്യോ ആ രക്തം, ദഹനം നടക്കുന്നത് കൊണ്ടാണ് അതിന് ധമനികൾ എന്ന് പറയുന്നത് എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് ശരീരത്തിൻ്റെ ഓരോ സ്ഥലത്തേക്കും എത്തിക്കുന്നു. ഈ ഓക്സിജനും ഈ ന്യൂട്രീഷനും ശിരസിൽ എത്തിക്കണം, ബ്രെയിൻ സെല്ലിലേക്ക്, ന്യൂറോണുകൾക്ക് എത്തിക്കണം, ശ്വാസകോശത്തിൽ എത്തിക്കണം. ശ്വാസകോശം ശ്വാസകോശത്തിൽ ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ശ്വാസകോശത്തിന് നിലനിൽക്കാൻ ന്യൂട്രീഷൻ വേണ്ടേ, അവിടേക്കും കൊടുക്കണം, ഓക്സിജൻ എടുക്കണം. ഹാർട്ടാണ് ഈ പമ്പിങ് ചെയ്യുന്നത്, പക്ഷെ ഹാർട്ടിന് പമ്പ് ചെയ്യാനുള്ള ന്യൂട്രീഷൻ വേണ്ടേ, ആ ഹാർട്ടിന് ആവശ്യമായിട്ടുള്ള പോഷകാംശങ്ങൾ, ലിവറിന് ആവശ്യമായിട്ടുള്ള പോഷകാംശങ്ങൾ, നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഴുവനും ലിവറിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം. അത് ഹാർട്ടിൽ കൊണ്ടുപോകരുത്, ലിവറിൽ കൊണ്ടുപോയിട്ട് ഡീടോക്സിഫൈ ചെയ്യണം. ലിവർ ഇതിനെ ഡീടോക്സിഫൈ ചെയ്യുമ്പോൾ ലിവറിലെ കുറേ സെല്ലുകൾ ചത്തുപോകും. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി മാതിരിയാണ്. ഭാരതത്തെ സംരക്ഷിക്കാൻ പട്ടാളക്കാർ ബോർഡറിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില പട്ടാളക്കാർ മരിച്ചു പോകും. ഭാരതത്തെ സംരക്ഷിക്കുമ്പോഴും ചില പട്ടാളക്കാർ മരിച്ചു പോകുന്നു, വീരമൃത്യു അടയുന്നു എന്ന് നമ്മൾ പറയുന്ന പോലെ. അതുപോലെയാണ് ഈ ലിവർ സെല്ല് നമ്മൾ കഴിച്ച പെസ്റ്റിസൈഡോ ഇൻസെക്ടിസൈഡോ വേറെ എന്തെങ്കിലുമൊക്കെ വിഷാംശം ഉണ്ടെങ്കിൽ അത് മുഴുവനും ഡീടോക്സിഫൈ ചെയ്യുമ്പോൾ ലിവറിലെ കുറേ സെല്ലുകൾ ചത്തുപോകും. ഇനി ഇതിനിടയ്ക്ക് ഈ ബ്ലഡിൽ വേറെ കുറേ വേസ്റ്റുകളുണ്ട്. ആ വേസ്റ്റുകൾ മുഴുവനും നേരെ കിഡ്നിയിലേക്ക് പോയിട്ട് ആ കിഡ്നി വഴി ഫിൽട്ടർ ചെയ്യണം. ശരിക്കും ഫിൽട്ടർ ചെയ്യണം, അരിപ്പയിൽ ഫിൽട്ടർ ചെയ്യുന്ന മാതിരി അതിനകത്തുള്ള വെള്ളം മുഴുവനും യൂറിനായിട്ട് പുറത്തേക്ക് പോകും. ഇനി ഇയാൾ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്താണ്, ഇയാൾ ഇരിക്കാത്ത ആളാണെങ്കിൽ യൂറിനറി ബ്ലാഡർ അങ്ങ് വീർക്കും. ഈ വെള്ളം വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പരിധിക്കപ്പുറം വീർത്താൽ എന്ത് പറ്റും? യൂറിനറി ബ്ലാഡർ പൊട്ടും. അത് എവിടെയാണല്ലേ? ശരീരത്തിനകത്ത്. ഈ ശരീരത്തിനകത്തുള്ള യൂറിനറി ബ്ലാഡർ പൊട്ടിയാൽ ഈ യൂറിൻ എങ്ങോട്ടാ പോവുക? അത് ശരീരത്തിനകത്തേക്ക് പോകും. അപ്പോൾ പൊട്ടരുത്. അപ്പോൾ എന്ത് ചെയ്യും? ഇയാൾ രാത്രി ഉറങ്ങാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കും സംഭവിക്കാറുണ്ട്, പറയാൻ പാടില്ലാത്തതാണ്. നമ്മൾ ചില അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ബാത്റൂം ഇല്ല. ഇപ്പം ഏതെങ്കിലും ആൾക്കാരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ബാത്റൂം ഉപയോഗിക്കാൻ പറയും. അപ്പം ഞാൻ പറയും വേണ്ട, ബാത്റൂം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഗോപാലകൃഷ്ണൻ എൻ്റെ വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞ് ചിലർ വിമർശിക്കും. അത് ഒഴിവാക്കാൻ വേണ്ട പറയും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ യൂറിൻ്റെ ടെൻഷൻ ഇല്ല. എന്താ കാരണം അറിയോ? ആ യൂറിൻ്റെ സോൾട്ടുകൾ ഒഴികെ ബാക്കി വെള്ളം മുഴുവനും ബ്ലഡ് തിരിച്ചു വലിച്ചെടുക്കും. കാരണം യൂറിനറി ബ്ലാഡറിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ശരീരത്തിനുണ്ട്. അപ്പോൾ സോൾട്ട് ഒഴികെ അതിനകത്തുള്ള വെള്ളം മുഴുവനും ഇത് തിരിച്ച് വലിച്ചെടുക്കുമ്പോൾ യൂറിനറി ബ്ലാഡർ നോർമലാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂത്രം ഒഴിച്ചു എന്ന് വിചാരിക്കാം. ഒരിക്കൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ നേരത്തെ വലിച്ചെടുത്ത വെള്ളം മുഴുവനും വീണ്ടും നേരെ ഗ്ലോമറിയൂൾസിലൂടെ പമ്പ് ചെയ്തിട്ട് യൂറിനറി ബ്ലാഡർ വീണ്ടും മൂത്രം ഒഴിക്കണം തോന്നും. അപ്പോൾ സൗകര്യം കിട്ടുമ്പോൾ പുറത്തേക്ക് പോകത്തക്ക വിധത്തിൽ ഈ കിഡ്നി അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂറിനറി ബ്ലാഡർ വലുതാക്കുകയും അകത്തേക്ക് ഡിസ്പോസ് ചെയ്യാൻ കൊടുക്കുകയും അകത്തേക്ക് എടുക്കും. ഇതെല്ലാം ഞാൻ എന്തിനാ പറഞ്ഞറിയോ? ബയോകെമിസ്ട്രി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിതിനെക്കുറിച്ച് അറിയുന്നവരാണോ, ചിന്തിക്കുന്നവരാണോ? ഇതിനകത്ത് നടക്കുന്ന ഈ മഹാപ്രവർത്തനങ്ങൾ
ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ ഇതാരാ നിയന്ത്രിക്കുന്നത്? നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴും ഇതെല്ലാം സംഭവിക്കുന്നു. ഈ കഴിച്ച ഭക്ഷണം ദഹിക്കുമ്പോൾ അത് ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചൂടാണ് 37.3 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ നിലനിർത്തുന്നത്. ആ ചൂടില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. നമ്മുടെ ടെമ്പറേച്ചർ 26-25 കുറയും. ശരിക്കും അഗ്നി കത്തുന്ന ഓക്സിഡേഷനാണ് അകത്ത് ഭക്ഷണം ദഹിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് മുഴുവനും നടക്കുന്ന അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആവാം. അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇത് വരുന്നതെന്നറിയാമോ? അതിൽ നിന്ന് എനർജി എടുത്തിട്ടാണ് മസിൽസ് പ്രവർത്തിക്കുന്നത്, കാല് പ്രവർത്തിക്കുന്നത്, നാക്ക് പ്രവർത്തിക്കുന്നത്, തലച്ചോറ് പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്ന് എനർജിയും മെറ്റീരിയലും എടുത്തിട്ടാണ് ജീവനുള്ള ശരീരത്തിൽ നിന്ന് ജീവനില്ലാത്ത നഖം ഉണ്ടാവുന്നത്. ഒരു കോഴിക്കുഞ്ഞിനെ നോക്കാം, ജീവനുള്ള കോഴിക്കുഞ്ഞിന് ജീവനില്ലാത്ത തൂവല് ഇങ്ങനെ ഉണ്ടാവുക. അത് കറക്റ്റായിട്ട് ഓരോ നിരയായിട്ടാണ് ഉണ്ടാവുക. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, അത് പിന്നെ ഒരു ദിവസം കിടക്കാം. ഞാനിത് ഇത്രയും പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ, ശരിക്കും ഈ ശരീരത്തിനകത്തെ ഭക്ഷണം കഴിക്കുക എന്ന മാത്രം. ഇനി ഒന്നുകൂടി നോക്കാം. ഈ ശരീരത്തിലെ ബ്ലഡ്, രക്തത്തിലുള്ള വെള്ളമാണ് യൂറിനായിട്ട് പുറത്തേക്ക് പോകുന്നത്. അതേ രക്തത്തിലുള്ള വെള്ളമാണ് വിയർപ്പായിട്ട് പുറത്തേക്ക് പോകുന്നത്. അതേ രക്തത്തിലുള്ള വെള്ളമാണ് ഉമിനീരായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വായിലേക്ക് വരുന്നത്. അതേ രക്തത്തിലുള്ള വെള്ളമാണ് കണ്ണുനീരായിട്ട് പോകുന്നത്. അതേ രക്തത്തിലുള്ള വെള്ളമാണ് മൂക്കിൽ കൂടെ ഒലിക്കുമ്പോഴത്തേക്കും അതായിട്ട് വരുന്നത്. അതേ രക്തത്തിലുള്ള വെള്ളമാണ് സെമനായിട്ട് മാറുന്നത്. സെമനിലുള്ള വെള്ളം അതേ രക്തത്തിലുള്ള വെള്ളമാണ്. അപ്പോൾ ഒരേ രക്തത്തിലുള്ള വെള്ളങ്ങളെന്ന് പറയുന്നത് തെറ്റാ. വെള്ളം എന്തൊക്കെയായി മാറുന്നു നോക്കാം. വിയർപ്പായി മാറും, യൂറിനായി മാറും, ഉമിനീരായിട്ട് മാറും, സെമനിലിതായിട്ട് മാറും, കണ്ണുനീരായിട്ട് മാറും, മൂക്കിൽ നിന്ന് ഒലിക്കുന്ന വെള്ളമായി മാറും. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാ? ഇതിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് വിടുന്നു. പ്രണാമം, നമസ്കാരം.